പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളിന്ന് +2 തുല്യതയുടെ മലയാളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്കിൻ്റെ ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ചോദ്യങ്ങൾ നോക്കാം. മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് 100% ജൈവ കൃഷി തന്നെയാണ് ഉത്തമം. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. കൃത്രിമമായ രാസവളങ്ങളോ കീടനാശിനികളോ വളർച്ചാ സഹായികളോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ് ജൈവകൃഷി. രാസവളങ്ങളും കീടനാശിനികളും പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നു. മണ്ണ്, വായു, ജലം എന്നിവയെ മലിനപ്പെടുത്തുന്നു. ജൈവകൃഷിയാണ് പ്രകൃതിക്ക് അനുകൂലമായ കൃഷിരീതി. സ്വാഭാവികമായ വളങ്ങൾ മാത്രമാണ് ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ജൈവ കീടനാശിനികളാണ് കൃഷിക്കായി അവർ ഉപയോഗിക്കുന്നത്. മണ്ണ്, ജലം തുടങ്ങിയവയുടെ സംരക്ഷണത്തിന് ജൈവകൃഷി പ്രാധാന്യം നൽകുന്നു. വിഷരഹിതമായ കാർഷികോൽപ്പന്നങ്ങൾ ജൈവകൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ആരോഗ്യപൂർണമായ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ജൈവകൃഷി തന്നെയാണ് അനിവാര്യം. അതുകൊണ്ട് ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു. അടുത്ത ചോദ്യം. നീ ഇപ്പോൾ ചിലച്ചതെന്തിന്? മനുഷ്യർക്ക് ഇക്കാര്യത്തിൽ വലിയ വിശ്വാസമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ആൺഗൗളി പെൺഗൗളിയോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഗ്രേസിയുടെ ഗൗളിജന്മം എന്ന കഥയിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തിന്മകളെയും കഥാകാരി പരിഹാസത്തിലൂടെ വിമർശിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെയും യുവതിയെയും കാണാൻ വരുന്ന സന്ദർശക മനുഷ്യത്വരഹിതമായാണ് അവരോട് സംസാരിക്കുന്നത്. നീ തളരരുത് ആരതി, ജീവിതം ഇതുകൊണ്ടൊന്നും തീർന്നു പോവുകയില്ല. നീ പ്രഗ്നൻ്റോ മറ്റോ ആണോ എങ്കിൽ അതങ്ങോട്ട് അബോർട്ട് ചെയ്യിച്ചേക്ക്. ഇക്കാലത്ത് തന്തയില്ലാത്ത ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നൊക്കെ പറഞ്ഞാൽ വലിയ മെനക്കേടാ എന്ന് നിർദ്ദയമായി സംസാരിക്കുന്നത് കേട്ട് പെൺഗൗളി കലശലായി പ്രതിഷേധിക്കുന്നു. അപ്പോഴാണ് ആൺഗൗളി ഇപ്രകാരം പറയുന്നത്. കാരണം മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലക്കലിൽ വലിയ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ബുധനാഴ്ച തെക്കു പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ ബന്ധുമരണം നിശ്ചയമെന്നാണ് അവരുടെ ശാസ്ത്രം. മനുഷ്യരുടെ അന്ധവിശ്വാസത്തെയാണ് ഗ്രേസി ഇവിടെ വിമർശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏതെല്ലാം ശത്രുക്കളെക്കുറിച്ചാണ് കോഴിയമ്മ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കോഴി എന്ന കവിത ഒരു അന്യാപദേശ സ്വഭാവം പുലർത്തുന്ന കവിതയാണ്. ഈ കവിതയിലെ കോഴിയും മക്കളും കേവലം തിര്യക്കുകളല്ല. തള്ളക്കോഴി 70കളുടെ അരക്ഷിത രാഷ്ട്രീയ കാലാവസ്ഥയെ അഭിമുഖീകരിച്ച അമ്മമാരുടെ പ്രതിനിധിയാണ്. തങ്ങളുടെ മക്കൾ സുരക്ഷിതരല്ലെന്നും ഏത് വഴിയിലൂടെയും അവർ വേട്ടയാടപ്പെടാമെന്നും ഇവിടെ സൂചനയുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ അനിശ്ചിതത്വത്തിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞുവിടുന്ന അമ്മമാരുടെ വിലാപം ഈ കവിതയിൽ കാണാം. എവിടെയും കോഴിക്കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ആകാശത്തും ഭൂമിയിലും നിന്നും ശത്രുക്കളുടെ ആക്രമണമുണ്ടാവാം. അതുകൊണ്ട് കരുതിയിരിക്കണമെന്ന് കോഴിയമ്മ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തലയ്ക്ക് മുകളിൽ കാണുന്ന നിഴൽ എന്താണെന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കരിനിഴലിൻ്റെ കൂർത്ത നഖത്തിൽ കോർത്ത് എത്ര ജീവനുകളാണ് പൊലിഞ്ഞതെന്ന് അമ്മ ഓർത്തെടുക്കുന്നു. മുകളിൽ ആകാശത്തുള്ള മണിമാളികയിലാണ് കഴുകന്മാർ വസിക്കുന്നത്. നീളം കുറഞ്ഞ ചിറകുകൾ കൊണ്ട് അവയെ നേരിടാൻ നമുക്കാവില്ല എന്ന് അവർ നിസ്സഹായതയോടെ പറയുന്നുണ്ട്. കാവിൽ കിളിപ്പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും നീ പറന്നു ചെല്ലരുത്. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കാടന്മാരുണ്ട്. അവർ നിന്നെ കടിച്ചു പറിക്കും. തോട്ടുവക്കിലെ കൈതക്കകത്ത് നിങ്ങളെ പിടിക്കാൻ പാമ്പുകൾ കാത്തിരിപ്പുണ്ട് എന്നും കോഴിയമ്മ പറയുന്നു. അതുകൊണ്ട് ജാഗ്രതയോടെ കഴിയണമെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരും നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. കരുതി മുന്നോട്ട് പോയാൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന സത്യം മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ് ഇവിടെ കോഴിയമ്മ. നല്ല മരതക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ,
നല്ല മരതകല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. ഈ കൽപ്പനയുടെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗത്തിലേതാണ് ചോദ്യം. 100 പുത്രന്മാരും മരിച്ച ഗാന്ധാരിയുടെയും മറ്റു സ്ത്രീജനങ്ങളുടെയും വിലാപമാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ ഏറ്റവും ദീപ്തിയാർന്ന ഭാഗം. വികാരാവിഷ്കരണത്തിൻ്റെ സൂക്ഷ്മത ഈ ഭാഗത്ത് നമുക്ക് കാണാം. യുദ്ധത്തിന് കാരണക്കാരനായ ശ്രീകൃഷ്ണനെ വിളിച്ചാണ് ഗാന്ധാരി വിലപിക്കുന്നത്. കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നു. വീണ് കിടക്കുന്ന ഭഗദത്തൻ, അഭിമന്യു മുതലായവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരിക്ക് സഹിക്കാനാവുന്നില്ല. അർജുന പുത്രനും ശ്രീകൃഷ്ണൻ്റെ മരുമകനുമായ അഭിമന്യുവിൻ്റെ ശരീരം കാണുന്ന ഗാന്ധാരിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഗാന്ധാരി അഭിമന്യുവിനെ ചൂണ്ടി ഇങ്ങനെയാണ് പറയുന്നത്: കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്ര നിനക്ക് രസമടോ. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്ര നിനക്ക് രസമടോ. മരതകല്ലിൻ്റെ ശോഭയാർന്ന മനോഹരനായ ആ കുമാരനെ, വില്ലാളി വീരനായ അർജുനൻ്റെ മകനെ, നിന്റെ മരുമകനെ നീ കണ്ടില്ലേ? അവനെ എങ്കിലും നിനക്ക് രക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? കൊല്ലിക്കുക എന്നത് നിനക്ക് രസം തന്നെയാണ്. ഈ കണ്ട നാശത്തിനൊക്കെ കാരണം കൃഷ്ണനാണെന്നാണ് ഗാന്ധാരി ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ കാഴ്ചകൾ ഗാന്ധാരിയെ അത്യധികം വേദനിപ്പിക്കുന്നുണ്ട്. അഭിമന്യുവിൻ്റെ മരണത്തിലും പുഞ്ചിരി പൊഴിക്കുന്ന മുഖം കണ്ടാൽ ആർക്കെങ്കിലും പൊറുക്കാൻ പറ്റുമോ? അവൻ്റെ ഭാര്യ, നിഷ്കളങ്കയായ ബാലിക ഉത്തര അലമുറയിട്ട് കരയുന്നത് നീ കാണുന്നില്ലേ? സുന്ദരിയായ സുഭദ്ര, നിന്റെ സഹോദരി, ഭൂമിയിൽ വീണുരുണ്ട് കരയുന്നതും നീ കണ്ടില്ലേ? ഈ സ്ത്രീജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ദുഃഖിതരായി കരയുന്നത് കാണുമ്പോൾ നിനക്ക് അല്പം പോലും വിഷമം തോന്നുന്നില്ലേ? നല്ല മരതകല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ എന്ന് അഭിമന്യുവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ഭാഷാ പ്രയോഗ ഭംഗിയും അലങ്കാര പ്രയോഗവുമെല്ലാം ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. നല്ല മരതകല്ലിനോട് അർജുനൻ്റെ മകനായ അഭിമന്യുവിനെ ഉപമിച്ചിരിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ വർത്തമാന പത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ജനാധിപത്യത്തിൻ്റെ പരിരക്ഷകരാണ് മാധ്യമങ്ങൾ. ഭരണപ്രക്രിയയിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ആശയ രൂപീകരണം നടത്തുന്നത് പത്രങ്ങളാണ്. ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അവകാശങ്ങളും അവകാശ ലംഘനങ്ങളും അധികാരവും അധികാര ദുർവിനിയോഗങ്ങളും നിയമവും നിയമലംഘനവും പത്രങ്ങളിലൂടെ തുലനം ചെയ്യുന്നു. അറിവ് നൽകുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്നതിൽ പത്രങ്ങൾക്ക് പങ്കുണ്ട്. മാധ്യമ ലോകത്തെ സാമൂഹിക പ്രതിബദ്ധത നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. 8 കാലികൾ, ഞാഞ്ഞൂലുകൾ, കൂട്ടിപ്പിടിച്ച വളയങ്ങൾ, വെയിൽ ചൂടിച്ച ജീവിതം എന്നീ വാക്കുകൾ നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് നൽകുന്ന പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കുക. ജീവിതത്തിൻ്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന നാടോടികളെയും വീട്ടുകാരെയും താരതമ്യം ചെയ്ത് ഇരുവരുടെയും ജീവിതം വിശകലനം ചെയ്യുന്ന കവിതയാണ് എസ് ജോസഫിൻ്റെ നാടോടികളും വീട്ടുകാരും എന്നത്. 8 കാലികൾ എന്ന പ്രയോഗം വീടിനുള്ളിൽ വലകെട്ടി ചുണ്ടിൽ വിഷം നിറച്ചുകൊണ്ട് ഇണയെ കാത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കാപഢ്യം ഇവിടെ സൂചനയിലുണ്ട്. രണ്ടാമത്തേത് ഞാഞ്ഞൂലുകൾ എന്ന പ്രയോഗമാണ്. അവഗണിക്കപ്പെട്ട നാടോടികൾ ഞാഞ്ഞൂലിനെ പോലെ ഗ്രഹണ സമയത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ. കൂട്ടിപ്പിടിച്ച വളയങ്ങൾ, കുടുംബം വൃത്തത്തിനുള്ളിൽ കൂട്ടിപ്പിടിച്ച വളയങ്ങൾക്കുള്ളിലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ. വെയിൽ ചൂടിച്ച ജീവിതം, തീയിൽ കുരുത്തത് വെയിലേറ്റ് വാടില്ല. തീവ്ര ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥതയുണ്ടാവില്ല. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.